സോ നിങ്ങളുടെ ഓൾഡർ ഐഫോണിൽ നിന്ന് പുതിയ ഐഫോണിലേക്ക് സ്വിച്ച് ചെയ്യുമ്പം എല്ലാവരും നേരിടുന്ന ഒരു പ്രധാന പ്രോബ്ലമാണ് വാട്സാപ്പ് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളത്. ഐഫോൺ ടു ഐഫോൺ നമുക്ക് വളരെ സിമ്പിളായിട്ട് വാട്സാപ്പ് ഡേറ്റാസ് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. ഐഫോൺ ടു ആൻഡ്രോയിഡ് ആണെങ്കിലും നമുക്ക് മൂവ് ടു iOS എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ്റെ സഹായത്തോടെ വാട്സാപ്പ് ചാറ്റും അതുപോലുള്ള എല്ലാ ഡേറ്റാസും ഫോട്ടോസ് വീഡിയോസ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇവിടെ നേരിടുന്നൊരു പ്രോബ്ലം ഐഫോൺ ടു ഐഫോൺ ആണെങ്കിലും അത് നേരിടും. എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ വാട്സാപ്പ് ഡേറ്റ 5GB മുകളിലാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് പുതിയ ഐഫോൺ സ്വിച്ച് ചെയ്യുമ്പോൾ അതിലേക്ക് ഫ്രീ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കത്തില്ല. അതിൻ്റെ കാരണം ആപ്പിളിൻ്റെ iCloud സ്റ്റോറേജ് നമുക്ക് 5GB മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വാട്സാപ്പ് ഡേറ്റ 5GB മുകളിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് iCloudലേക്ക് ബാക്കപ്പ് എടുത്തതിന് ശേഷം മറ്റൊരു പുതിയ ഐഫോണിലേക്ക് സിം ഇട്ട് വാട്സാപ്പ് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കത്തില്ല. അവിടെയാണ് iMobiയുടെ എനി ട്രാൻസ് എന്ന് പറയുന്ന ഈ ഒരു സോഫ്റ്റ്വെയർ ഉപകാരപ്പെടുന്നത്. അപ്പോൾ ഇതാണ് എനി ട്രാൻസിൻ്റെ വെബ്സൈറ്റ്. ഇത് ബോത്ത് വിൻഡോസിലും മാക് യൂസേഴ്സിനും ഒരേപോലെ തന്നെ പർച്ചേസ് ചെയ്യാൻ സാധിക്കും. ഇതൊരു പെയ്ഡ് സോഫ്റ്റ്വെയർ ആണ്. താഴത്തേക്ക് മുമ്പ് ഇതിൻ്റെ കീ ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ തന്നെ കുറേ ഓപ്ഷൻസ്, അതിൻ്റെ ഓരോ ഡീറ്റെയിൽസും നമുക്കിവിടെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. സോ ഇതാണ് സോഫ്റ്റ്വെയർ ഇൻ്റർഫേസ്. നമുക്ക് വാട്സാപ്പ് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി മാത്രമല്ല, നമുക്ക് കംപ്ലീറ്റ് ഡേറ്റാസ് ഐഫോണിൽ നിന്ന് മറ്റൊരു ഡിവൈസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. മെസ്സേജസ്, ആപ്ലിക്കേഷൻസ്, ഫോട്ടോസ്, മ്യൂസിക്, വീഡിയോസ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, ലിറ്ററലി എല്ലാ കാര്യങ്ങളും. പക്ഷേ ഈ ഒരു സോഫ്റ്റ്വെയറിൽ നമ്മൾ വാട്സാപ്പ് ട്രാൻസ്ഫർ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ കുറച്ച് ആപ്ലിക്കേഷൻസ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെ പറ്റി മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. സോ ഇതിൽ നമുക്ക് കാണാം വാട്സാപ്പാണ് നമുക്കിവിടെ മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. സോ വാട്സാപ്പിൻ്റെ ഡേറ്റ നമുക്ക് ബാക്കപ്പ് ചെയ്യാൻ സാധിക്കും. ഐഫോണിൽ നിന്ന് ഡയറക്റ്റ് മാക്കിലേക്ക് നമുക്ക് ബാക്കപ്പ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഡയറക്റ്റ് ഐഫോൺ ടു ഐഫോൺ നമുക്ക് ഡേറ്റാസ് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. ആൻഡ് ലോക്കൽ ബാക്കപ്പ്, എടുത്തു വെച്ചിരിക്കുന്ന ബാക്കപ്പിൽ നിന്ന് നമുക്ക് ഡേറ്റാസ് റീസ്റ്റോർ ചെയ്യാനും വാട്സാപ്പ് ഡേറ്റ റീസ്റ്റോർ ചെയ്യാനും സാധിക്കുന്നതാണ്. സോ നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന ട്രാൻസ്ഫറാണ് ഡയറക്റ്റ്. സോ ഇവിടെ 2 ഐഫോണുകൾ തമ്മിലുള്ള വാട്സാപ്പ് ഡേറ്റയാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഈ ഒരു 15 പ്രോയിൽ നിങ്ങൾക്ക് കാണാം, ഇത് നമ്മുടെ ഈ ഒരു ടെസ്റ്റിംഗ് പർപ്പസിന് വേണ്ടി ചെയ്തേക്കുന്ന വാട്സാപ്പാണ്. ഈ അക്കൗണ്ടിൽ നിങ്ങൾ കാണാം കുറച്ച് ഫോട്ടോസും ഒരു ടെക്സ്റ്റ് ഉള്ളൂ. 12 മിനിയിൽ ഇവിടെ നമുക്കൊരു വാട്സാപ്പ് ഉണ്ട്. ഇത് ബ്രാൻഡ് ന്യൂ ആണ്. സോ ഇതിലേക്ക് നമ്മുടെ ഈ വാട്സാപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ആദ്യം 2 ഡിവൈസുകളും നിങ്ങൾ കണക്ട് ചെയ്യുക. നമ്മുടെ മാക്കിലേക്ക് അല്ലെങ്കിൽ PC-യിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യുക. നമ്മളിവിടെ ചെയ്യുന്ന ട്രാൻസ്ഫർ നൗ ആണ്. അവിടെ ടാപ്പ് ചെയ്യുന്നു. ഇതാണ് ടാർഗറ്റഡ് ഡിവൈസ് ഐഫോൺ 12 മിനി. 15 പ്രോ എന്ന് പറയുന്നത് സോഴ്സ് ഡിവൈസ് ആണ്. അപ്പോൾ 12 മിനിയിലേക്കാണ് നമ്മൾ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഡിവൈസുകൾ മാർക്ക് ചെയ്ത് കൊടുക്കുവാൻ ശ്രദ്ധിക്കുക. ഇനി നെക്സ്റ്റ് ടാപ്പ് ചെയ്യുന്നു. ടാപ്പ് ചെയ്യുമ്പോൾ എക്സ്ട്രാക്റ്റിംഗ് ആപ്പ് ഡേറ്റ എന്ന് പറഞ്ഞ് കാണിക്കും. ഇവിടെ നമ്മൾ പാസ്കോഡ് എൻ്റർ ചെയ്യാൻ കാണിക്കും. അപ്പോൾ നമ്മുടെ ഡിവൈസിൻ്റെ പാസ്കോഡ് എൻ്റർ ചെയ്യുക. ഇവിടെ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്ത് കഴിയുമ്പം എക്സ്ട്രാക്റ്റിംഗ് ആപ്പ് ഡേറ്റ എന്ന് പറഞ്ഞ് കാണിക്കും. നമ്മുടെ ഈ ഒരു വാട്സാപ്പിലെ ചാറ്റ് സൈസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാം, ഒരൊറ്റ ചാറ്റേ ഉള്ളൂ. അതുകൊണ്ട് വളരെ നിസ്സാരമായിട്ടുള്ള ഡേറ്റ സൈസ് ഇതിനകത്ത് ഉണ്ടാകത്തുള്ളൂ. അപ്പം അത് അനലൈസ് ചെയ്യുവാണ്. എന്തായാലും അനലൈസ് ചെയ്യട്ടെ. സോ ആ പ്രോസസ്സ് കംപ്ലീറ്റ് ആയേക്കുവാണ്. ഇപ്പം നമ്മളെ ഐഫോൺ 12 മിനിയിൽ ആ പാസ്വേഡ് എൻ്റർ ചെയ്യാൻ ചോദിച്ചേക്കുവാണ്. നമ്മൾ പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഓക്കെ കൊടുക്കുക. ഇപ്പം നമ്മുടെ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ നമ്മുടെ ഐഫോൺ 12 മിനിയിലേക്ക് 15 പ്രോയിൽ നിന്ന് വാട്സാപ്പ് ഡേറ്റ റീസ്റ്റോർ ആകുന്നതിൻ്റെ അല്ലെങ്കിൽ റീസ്റ്റോർ ചെയ്യാൻ പോകുന്നതിൻ്റെ ഒരു പ്രോസസ്സ് സ്റ്റെപ്പാണ്. ഇപ്പോൾ നമ്മുടെ ഡിവൈസ് റീസ്റ്റാർട്ട് ആകുവാണ്. ഇപ്പോൾ നമ്മൾ സെറ്റപ്പ് സ്ക്രീനിനോട് സാമ്യമുള്ള ഒരു വെള്ള സ്ക്രീനാണ് കാണിക്കുന്നത്. സോ സ്വൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് പാസ്വേഡ് എൻ്റർ ചെയ്യാനാണ് ചോദിക്കുന്നത്. പാസ്വേഡ് എൻ്റർ ചെയ്തു. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു പോപ്പപ്പ് വന്നു. ശരി, യെസ് കൊടുത്തു. റീസ്റ്റോർ കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. സോ ഇവിടെ സോഫ്റ്റ്വെയറിൽ നിങ്ങൾക്ക് കാണാം കണ്ടന്റ് ട്രാൻസ്ഫർ കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞ് കാണിക്കുന്നു. 6.4GB. ഓക്കെ കൊടുക്കും. സോ ആ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് വാട്സാപ്പ് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മളുടെ ഈ ഒരു ഐഫോണിൽ ഉണ്ടായേക്കുന്ന വാട്സാപ്പ് നമുക്ക് അവിടെ വന്നേക്കുന്നത് കാണാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് കാണാം നമ്മളെ ആ ചാറ്റ്, നമ്മൾ മറ്റേതിലുണ്ടായിരുന്ന അതേ ചാറ്റ് വിത്ത് ഫോട്ടോ, ടെക്സ്റ്റ്, ഇതെല്ലാം നമുക്ക് ഇവിടെ വന്നേക്കുന്നത് കാണാൻ സാധിക്കും. സോ അങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഡിപ്പെൻഡിങ് ഓൺ നമ്മുടെ ഡിവൈസിൻ്റെ ആ ഒരു വാട്സാപ്പിൻ്റെ സൈസ് അനുസരിച്ചിരിക്കും അതിനുള്ള ഡിലേ, ഈ ഒരു പ്രോസസ്സ് മൊത്തം കംപ്ലീറ്റ് ആകുന്ന ഡിലേ. സോ 2-3 മൗസ് ക്ലിക്കുകൾ കൊണ്ട് നമുക്ക് ഐഫോൺ 15 പ്രോയിൽ ഉണ്ടായിരുന്ന ആ വാട്സാപ്പ് ഡേറ്റ മുഴുവൻ നമ്മളിപ്പം ഐഫോൺ 12 മിനിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തേക്കുവാണ്. അപ്പോൾ ഇതൊരു പെയ്ഡ് സോഫ്റ്റ്വെയർ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ മാത്രം ഇത് പർച്ചേസ് ചെയ്യുക. പക്ഷേ ഇത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാം. അവരുടെ വെബ്സൈറ്റ് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്.